നമസ്കാരം, ഋഷിഭക്തൻ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കടബാധ്യതകൾ മാറാൻ ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സ്വസ്ഥവും സമാധാനപൂർണവുമായിട്ടുള്ള ഒരു ജീവിതത്തിന് കടബാധ്യതകൾ ഒന്നുമില്ല, അധികം സാമ്പത്തികം ഒന്നുമില്ലെങ്കിൽ പോലും കടബാധ്യതകൾ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ എത്ര ശ്രമിച്ചാലും ചില വ്യക്തികൾക്ക് കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. രണ്ടാം ഭാവത്തിൽ കേതു തുടങ്ങിയ പാപഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി അതിന് സഹായകരമാകുന്നുണ്ട്. ഒന്നിന് പുറമെ മറ്റൊന്ന് എന്ന രീതിയിൽ കടബാധ്യതകൾ വർദ്ധിച്ചു വന്നു എന്ന് വരാം. സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനുള്ള ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് കടക്കാം. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വിഘ്നേശ്വര പ്രീതിയാണ്. ഋണഹര ഗണേശ മന്ത്രമൊക്കെയുണ്ട്. അത് നിത്യം ജപിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സഹായിക്കും. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതോടൊപ്പം ചൊവ്വാഗ്രഹത്തെയും കൂടി പ്രീതിപ്പെടുത്തുന്നത് അനുകൂല ഫലത്തെ നൽകും. ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കുന്ന ഋണമോചന യന്ത്രം കൊണ്ട് കടബാധ്യതകളിൽ നിന്ന് ഒരു രക്ഷ നേടാൻ സഹായകരമാണ്. കൂടാതെ സൗന്ദര്യ ലഹരിയിലെ 23ാമത്തെ ശ്ലോകം എല്ലാ ദിവസവും 108 പ്രാവശ്യം ജപിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് രണ്ടാമതായി ചെയ്യാവുന്നത് ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നുള്ളതാണ്. ഹനുമാൻ ചാലിസ 108 പ്രാവശ്യം എല്ലാ ദിവസവും ജപിക്കുന്നതും ഹനുമാൻ ചാലിസ കേൾക്കുന്നതും ഒക്കെ കടബാധ്യതകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. ഹനുമാൻ ചാലിസ 108 പ്രാവശ്യം വീതം തുടർച്ചയായി 40 ദിവസം ജപിക്കുന്നത് ഉത്തമമാണ്. ഹനുമാൻ ചാലിസ ജപിക്കുന്ന ദിവസങ്ങളിൽ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയാണെങ്കിൽ അതിവിശേഷ ഫലത്തെ അത് നൽകും. അതോടൊപ്പം തന്നെ ചൊവ്വാഗ്രഹത്തെയും ഭജിക്കുന്നത്, പ്രീതിപ്പെടുത്തുന്നത്, പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷ ഫലത്തെ നൽകും. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ നിവേദ്യം നടത്തുന്നതും വളരെ വിശേഷ ഫലത്തെ നൽകും. ഹനുമാൻ സ്വാമിയെ ഭജിക്കുമ്പോൾ കൃത്യമായി ഒരു ധാരണ മനസ്സിലുണ്ടാകണം. ഇന്ന രീതിയിൽ ഞാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കാമെന്ന് ആദ്യം തന്നെ നിശ്ചയിക്കും. അതിനനുസരിച്ച് കൃത്യമായിട്ട് അത് പാലിക്കുകയും ചെയ്യണം. ഹനുമാൻ സ്വാമി ചിട്ടവട്ടങ്ങളുടെ കാര്യത്തിൽ അഗ്രഗണ്യനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഏത് രീതിയിലാണോ നാം തുടങ്ങുന്നത്, നമുക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം വ്രതശുദ്ധി പാലിക്കാമെന്ന് തീരുമാനമെടുത്താൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എല്ലാ ദൗർബല്യങ്ങളും മാറ്റി കരുത്തു നൽകാൻ ഹനുമാൻ ഭജനത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നമുക്ക് മൂന്നാമത് കടബാധ്യതകൾ പരിഹരിക്കുന്നതിന് ഭജിക്കാവുന്നത് ദേവിയെയാണ്. ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. 11 വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് കുങ്കുമാർച്ചന നടത്തുന്നത് ഋണബാധ്യതകൾ ഇല്ലാതാക്കാനായിട്ട് സഹായകരമാണ്. കൂടാതെ ശക്തിക്കൊത്ത രീതിയിൽ അന്നദാനം നടത്തുന്നതും കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. നമ്മുടെ കർമ്മദോഷങ്ങളൊക്കെ ഇല്ലാതാക്കാൻ അന്നദാനം സഹായിക്കുന്നതാണ്. അന്നദാനം നടത്തിക്കൊണ്ട് നമുക്ക് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാം. ശക്തിക്കൊത്ത രീതിയിൽ അന്നദാനത്തോടൊപ്പം വസ്ത്രം കൂടി ദാനം ചെയ്യുന്നതും ഉചിതമാണ്. തുടർച്ചയായി 5 വെള്ളിയാഴ്ചകളിൽ ഇപ്രകാരം ചെയ്യുന്നത് വിശേഷ ഫലത്തെ നൽകും. കൂടാതെ കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ രത്നധാരണം നടത്തുന്ന വിധവും പറഞ്ഞിട്ടുണ്ട്. അത് ജാതകം നോക്കി അനുകൂലമായിട്ടുള്ള രത്നം ധരിക്കുക. ഭാഗ്യാധിപന്റെ രത്നം ധരിക്കുന്നത് കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കും. രത്നം ധരിക്കുമ്പോൾ അത് അനുകൂലമാണ് എന്ന് വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷിയെ കണ്ട് ഉറപ്പാക്കുക. കടബാധ്യതകളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്. ഏത് കാര്യം അവലംബിച്ചാലും അത് നമ്മളുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചായിരിക്കണം. അനാവശ്യമായി എടുത്തിയാടി കൂടുതൽ കടബാധ്യതകൾ വരുത്താതിരിക്കുക. നമുക്ക് പറ്റുന്ന രീതിയിൽ ദേവതാ ഭജനത്തിലൂടെയും മന്ത്രജപത്തിലൂടെയും ഒക്കെ കടബാധ്യതകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലൂടെയും ചെലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെയും നല്ലൊരു പരിധിവരെ കടബാധ്യതകൾ തീർക്കാനായിട്ട് സാധിക്കും. കൂടാതെ കഠിനമായ പരിശ്രമത്തിലൂടെയും ധനം ആർജിക്കുന്നതിലൂടെയും നമുക്ക് കടബാധ്യതകളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ദേവതാ ഭജനത്തിലൂടെ പരിശ്രമവും കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും കടബാധ്യതകളൊക്കെ ഒഴിച്ച് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.